ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായേ? ഇത് നമ്മുടെ സ്വന്തം ആലപ്പുഴ ബീച്ചിലാണ്. ദേ നമ്മുടെ കപ്പൽ അവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് മറൈൻ വേൾഡിൻ്റെ അക്രിലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടിയാണ്. ഇത് നോക്കിയപ്പോൾ ഒരു ക്യൂ കണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം മനസ്സിലായില്ല എന്താണെന്ന്. പിന്നീട് നോക്കിയപ്പോഴാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ കാണാൻ വേണ്ടിയുള്ള അക്വേറിയം കാണാൻ വേണ്ടിയുള്ള ക്യൂ ആണിത്. ഇവിടെ നിന്നുള്ള ക്യൂ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ കൂടാരം പോലെ കാണുന്ന അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്യൂ ഉണ്ട്. ഒന്ന് ഗൂഗിൾ പേ, ഒന്ന് ക്യാഷും. 120 രൂപയാണ് ഒരാൾക്കുള്ള പാസ്. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ അത്ര വലിയ ക്യൂ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയേ, അങ്ങ് കുറേ അതായത് ഏകദേശം 1 കിലോമീറ്റർ പക്ഷേ അതിൻ്റെ അത്രയും തന്നെ ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരാളെ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് 120 രൂപ. ഇനിയിപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്ന നോക്കിയേ, ഭയങ്കര ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്രയും തിരക്കൊന്നുമില്ല. ഇപ്പം അതായത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ ബീച്ചിലോട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ തിരക്കത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അത് നമ്മൾ ഡിസ്റ്റൻസ് നോക്കി എന്ത് ദൂരെയാണെന്ന്. ഇനി എൻ്റെ പുറകിലായിട്ടും ഉണ്ട് ക്യൂ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ കുറേ നടന്ന് ഏകദേശം നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കിനി അകത്ത് കയറിയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ അക്വേറിയം കാണാൻ അകത്തോട്ട് കയറുന്ന ഒരു എൻട്രൻസ് ഭാഗം എന്ന് വെച്ചാൽ ഒരു ഭീമാകാരനെ ഒരു മീനിൻ്റെ വായ്ക്ക് അകത്തോട്ട് നമ്മൾ കയറിപ്പോകുന്ന രീതിയിലുള്ളൊരു എൻട്രൻസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു പിരാനയാണെന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ പല്ല് കണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം നമ്മൾ ഈ ക്യൂ എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരെ കയറ്റും, അത് കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അവർ കുറച്ച് കയറിക്കുമ്പോൾ അടുത്തല്ല, അങ്ങനെയാണ് ക്യൂവിൽ കയറിക്കൊണ്ടത്. അപ്പം ഇത് നോക്കിയേ, എൻട്രൻസ് കഴിഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു സിക്സാഗ് മോഡലാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. ഈ ഒരു ക്യൂ പാലിച്ച് വേണം. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഓർമ്മകളൊക്കെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ 1-2 പ്രതിമകളും, പിന്നെ അദ്ദേഹം പഠിച്ച സ്കൂളിൻ്റെ ഒരു മോഡലും, കൂടാതെ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ രീതിയിലുള്ളൊരു പ്രതിമ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കുന്നത് അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെയൊക്കെ. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സൈക്കിളുണ്ട്. കൂടാതെ ഒരുപാട് മിസൈൽസിൻ്റെ ഡെമോയും. ഈ കാണുന്നതൊക്കെ മിസൈൽ ഡെമോ ഒക്കെയാണ്. അപ്പോൾ അവിടേക്ക് ഒരുപാട് ആൾ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. കൂടാതെ ഒരു വലിയൊരു മിസൈലും അവിടെ ഉണ്ടായിരുന്നു. ആളുകളെ തിരക്കായതുകൊണ്ട് നമുക്ക് പരിമിതി ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത്, കാരണം അതുപോലെ തന്നെ തിരക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അകത്തേട്ട് കയറുമ്പോഴത്തേക്ക് കാണുന്നത് ഒരു ആനിമൽ വേൾഡ്, അതായത് അതൊരു കാർട്ടൂൺ നെറ്റ്വർക്ക് കാണുന്നൊരു ഫീലായിരുന്നു എനിക്ക്. അതായത് നമ്മുടെ മഡഗാസ്കർ മൂവി, ആനിമേഷൻ മൂവി കണ്ടിട്ടുള്ളവർക്കറിയാം, അതിലെ ക്യാരക്ടേഴ്സൊക്കെയാണ് ഇവിടെ ഇങ്ങനെ അവരിതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ മഡഗാസ്കർ മൂവിയിലെ ക്യാരക്ടേഴ്സിനെല്ലാം ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാർട്ടൂൺ കാണുന്നൊരു ഫീല് നമുക്കവിടെ കിട്ടും. പ്രത്യേകിച്ച് കുട്ടികൾക്കത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കണ്ടു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഫീല് തരുന്ന രീതിയിലുള്ള, അതായത് കുറേ വൈൽഡ് ആനിമൽസിൻ്റെ പ്രതിമകൾ ഇവരോട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാമത്ത്, അതിൻ്റെ ഇപ്പുറത്തൊരു വലിയൊരു മലമ്പാമ്പ്, അങ്ങനെ ഒരുപാട് ആനിമൽസിൻ്റെ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം വെച്ചാൽ ചില ആനിമൽസ് സൗണ്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ചില ആനിമൽസ് അനങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യുന്നത് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടാണ്. കാരണം ഇതിനു മുമ്പേ അതങ്ങനെ കണ്ടിട്ടില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ മതി, ചില ആനിമൽസൊക്കെ തലയിട്ടാട്ടുന്നതും അല്ലെങ്കിൽ വാ പൊളിച്ച് ഇങ്ങനെ അതിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ കാണാം. ഇത് കണ്ടില്ല,
കുതിരയുടെ കണ്ടില്ലേ, അത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആളുകളുടെ തിരക്ക് കാരണമാണ് ഞാൻ അത് സൗണ്ട് ഇടാത്തത്. പക്ഷേ ആ സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്നത്, അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഫീലായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. ഇനി അങ്ങോട്ട് നമുക്ക് കാണാനുള്ളത് നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമായ അക്വേറിയമാണ്. ഇത് ഭയങ്കര തിരക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എത്തിയപ്പോഴത്തെ ആളുകൾ നിന്ന് പോകുന്ന കാരണം ആ ഒരു തിരക്ക് നമുക്ക് ഫീൽ ചെയ്യും. എങ്കിലും നമ്മൾ ക്യൂ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ മീനൊക്കെ കണ്ട് പോവാം. നമുക്ക് എപ്പോഴും കണ്ണിന് കുളിർമ തരുന്ന, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ അലങ്കാര മത്സ്യങ്ങളെ കാണുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള അലങ്കാര മത്സ്യങ്ങളുണ്ട്. ഒട്ടുമിക്കതിൻ്റെ അല്ല, മിക്കതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ അവർ പേരുകളൊന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പലതും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള, ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പൊക്കെ മീനുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കൂടുതലും നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നേക്കാളും നല്ലത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം അതുപോലെ മനോഹരമായ കാഴ്ചകളുണ്ട്, ഒരുപാട് വെറൈറ്റീസുള്ള മീനുകളും ഉണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. കാരണം തിരക്ക് കൂടിക്കൂടി വരികയാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ക്യൂ ഒക്കെ നിന്ന് കുറേ നേരം നിന്നിട്ടൊക്കെ വേണം നമുക്കിത് കയറി കാണാനുള്ള. അപ്പോൾ എത്രയും പെട്ടെന്ന് ആളുകളൊക്കെ പോയി കാണുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പം ആ മീനുകളൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കുക.
മീനുകളെല്ലാം കണ്ടു കഴിഞ്ഞ് ടണലിലൂടെയൊക്കെ നടന്നത് നമ്മൾ പുറത്തിറങ്ങിയിരിക്കണം. പുറത്തിറങ്ങി വെച്ചാൽ ആ ഒരു അക്വേറിയം നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് വെച്ചാൽ മീൻ പിടിക്കുക സമ്മാനം നേടുന്നു പറഞ്ഞ ഒരു ചെറിയൊരു പൂള് പോലെ കാണാം. അത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. മീൻ പിടിക്കുകയാണെങ്കിൽ ഇവർക്കെന്ത് സമ്മാനം കൊടുക്കുന്ന രീതിയിലുള്ളൊരു പ്ലേ ഏരിയയാണ്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. അതിനോട് ചേർന്നതിനായിട്ട് കാണാൻ തന്നെ ഈ ഒരു സംഭവം ഇതൊരു വലിയൊരു അക്വേറിയമാണ്. ഇതിനകത്ത് ഈ ബിൽഡിംഗ് എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി അവിടെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ബിൽഡിങ്ങും അതിൻ്റെ അകത്ത് ഒരുപാട് മീനുകളൊക്കെ ഉള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു ഇവിടെ. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ വേണം. അപ്പം മീനിൻ്റെ സെക്ഷനിലെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം കാണുന്നത് വെച്ചാൽ ഇതുപോലെ ഗൃഹോപകരണങ്ങളുടെയൊക്കെ ഒരു കുറേ സ്റ്റോളുകൾ കാണാം. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്റ്റോളുകൾ കാണാം. ബെഡ് അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ, പിന്നെ തുണിക്കടകൾ, പിന്നെ സ്വീറ്റ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുറേ കടകൾ കാണാം. ഇതുപോലുള്ള അണ്ടർ വാട്ടർ ടണലുകളൊക്കെ നമ്മൾ പണ്ട് ടി വികളിലൊക്കെ കണ്ടിട്ടുള്ളതല്ല, നമ്മൾ നേരിട്ട് കിട്ടുന്ന ഒരു ചാൻസാണ് ഇപ്പോഴൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫെസ്റ്റിവൽ സീസണിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. സ്പെഷ്യലി ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക്, നമ്മൾ കുട്ടികളൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷം കിട്ടും. ഒന്ന് അക്വേറിയം കണ്ടതിന് പിന്നെ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഇരട്ടി സന്തോഷം കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പുറത്തിറങ്ങിയ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ ഒരുപാട് സ്റ്റാളുകളാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളും അതെല്ലാം അടങ്ങിയ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഈ നടന്നൊക്കെ ക്ഷീണം മാറ്റാനായിട്ടൊരു ഫുഡ് കോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് എന്തെങ്കിലും ചെറിയ ഫുഡൊക്കെ കഴിക്കാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഉണ്ട്, പാനിപ്പൂരി അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ബജ്ജി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ ചായക്കട പോലെ ചെറിയ ചായക്കടയുണ്ട്, പിന്നെ പായസക്കടയുണ്ട്. പിന്നെ നമുക്ക് ഹെവി ഫുഡ് വേണമെങ്കിൽ ഹെവി ഫുഡ് കിട്ടുന്ന കടകളും ഉണ്ട്. ഈ ഒരു കട മലബാർ അടുക്കള എന്ന് പറഞ്ഞില്ലേ, അവിടെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പൊറോട്ട അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തിറങ്ങിയാൽ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു ഏരിയയാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കട എന്ന് വെച്ചാൽ കുലുക്ക് സർബത്ത് കട. പിന്നെ നമ്മുടെ മറ്റേ വളയെറിയുന്ന കാശ് കളയാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ്. അങ്ങനല്ല കേട്ടോ, എന്നാലും നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇതൊക്കെ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് എറിയുന്നൊക്കെ ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ എല്ലാം ഫുള്ളി ആക്റ്റീവ് അല്ല. ഇതെന്ന് വെച്ചാൽ വേണ്ട തോക്ക് മറ്റേ വെടിവെക്കുന്നത്, ബലൂൺ വെടിവെക്കുന്നത്, പിന്നെ ഗ്ലാസ് എറിഞ്ഞ് ബോളോട് ഗ്ലാസ് എറിയുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ട്രെയിൻ അല്ലെ അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഫുള്ളി ആക്റ്റീവ് ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ആലപ്പുഴ ടൗണിൽ നിന്നുള്ള എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് ആക്റ്റീവ് ആവുകയുള്ളൂ എന്നൊന്നും കറക്റ്റ് അറിയില്ല. കണ്ടല്ലോ മിക്കതും ആക്റ്റീവായിട്ടുള്ളതല്ല. എന്നാൽ ചിലതൊക്കെ ഈ വലിയ തൊട്ടിയാട്ട് ജെയിൻറ്റ് വീലൊന്നും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ചിലപ്പം 2-3 ദിവസത്തിൽ തുടങ്ങുമായിരിക്കും. എനിക്കൊന്ന് ന്യൂ ഇയറോടനുബന്ധിച്ചൊക്കെ ചിലപ്പം തുടങ്ങുമായിരിക്കും. അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ നോക്കിയാൽ നമ്മൾ കയറിയതിനേക്കാളും ഭയങ്കര ക്യൂ ഇപ്പോഴും കാണാം. അതുപോലെ ബീച്ച് മൊത്തം ഒരു ജനപ്രവാഹം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ പോകുന്നത്, അതായത് നമ്മുടെ അക്രിലിക് അണ്ടർ വാട്ടർ ടണൽ കാണാൻ പോകാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പോവുക. ഇത് പോകുന്നതിന് മുമ്പേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.